ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നവരുടെ മനസ്സിൽ വലിയ ആശങ്കകളുണ്ട്. ഒരു വർഷം മുൻപ് ഈ ട്രെയിനിലുണ്ടായ തീവെപ്പിന്റെ പൊള്ളൽ ഇപ്പോഴും പലരുടെയും ഉള്ളിൽ ഉണങ്ങാത്ത മുറിവാണ്. പക്ഷേ ഇന്നും ട്രെയിനിൽ വേണ്ടത്ര സുരക്ഷയില്ല. കഴിഞ്ഞ രാത്രി ഇതേ ട്രെയിനിൽ വെച്ച് സ്ത്രീകളെ സഹയാത്രക്കാരൻ ശല്യം ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. ഇത് ചോദ്യം ചെയ്ത യുവാവിന് നേരെ ആക്രമണവും ഉണ്ടായി. സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് യാത്രക്കാരനെ നെറ്റിയിൽ കുത്തിയത്. വടകര സ്റ്റേഷനിൽ വെച്ച് RPF അക്രമിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ പയ്യോളിക്കും വടകരയ്ക്കും ഇടയിലാണ് സംഭവം. ജനറൽ കോച്ചിൽ ശല്യം ചെയ്ത യാത്രക്കാരനോട് മാറി നിൽക്കാൻ സ്ത്രീകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ അനുസരിച്ചില്ല. മാറി നിൽക്കാൻ മറ്റൊരു യാത്രക്കാരനും പറഞ്ഞതോടെ അക്രമി സ്ക്രൂ ഡ്രൈവർ എടുത്ത് പറഞ്ഞയാളെ കുത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് വടകര സ്റ്റേഷനിൽ വെച്ച് RPF അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. ആർക്കും പരാതിയില്ലാത്തതിനെ തുടർന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇയാളെ വിട്ടയച്ചു. ഈ യുവാവ് മദ്യലഹരിയിലായിരുന്നാണ് വിവരം. അതുകൊണ്ട് കുത്തേറ്റ യാത്രക്കാരന്റെ നെറ്റിയിലാണ് മുറിവ് സാരമില്ലാത്തതിനാൽ ഇയാൾ കണ്ണൂരിലേക്ക് യാത്ര തുടരുകയായിരുന്നു. മുൻപ് തീവയ്പ് നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഇപ്പോഴും സുരക്ഷാ ജീവനക്കാർ കുറവാണെന്ന് പരാതിയുണ്ട്. അതുകൊണ്ട് ന്യൂസ് 18 കണ്ണൂർ.